അച്ഛയും ചേച്ചിമാരും അല്ലിക്കുട്ടനുമായിട്ടത് ഇന്നലെ രാത്രിയിൽ മുറ്റത്ത് കളിക്കുന്ന വീഡിയോ ആണിത്. ചേച്ചിമാർക്കാണെങ്കിൽ ഇന്ന് മുതൽ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് പിന്നെ അല്ലിക്കുട്ടനുമായിട്ട് ഇനി രാത്രിയിലൊക്കെ കളിക്കാനൊക്കെ സമയം കിട്ടത്തില്ല. അവർക്കൊത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങിയതാണ്. പാറു ചേച്ചിക്ക് ഇന്നില്ല കേട്ടോ. പാറു ചേച്ചിക്ക് നാളെ ഉള്ളൂ കോളേജ് തുറക്കുകയുള്ളൂ. പിന്നെ അല്ലിക്കുട്ടനാണെങ്കിൽ അവൻ്റെ കപ്പും കൊണ്ടാണ് കളിക്കുന്നത് കേട്ടോ. അവന് 3 കപ്പുണ്ട്. അവൻ കപ്പൊക്കെ ഇട്ടേച്ചത് അവൻ മണ്ണ് തിന്നുവാന്ന് തോന്നുന്നു കേട്ടോ. പിന്നത്തെ അല്ലിക്കുട്ടൻ മിടുക്കനായിട്ട് ചേച്ചിമാരുടെ കൂട്ടത്തിൽ കളിക്കുക കേട്ടോ. അവൻ നല്ല ചുന്ദര കുട്ടനായിട്ട് ചേച്ചിമാരാണെ കപ്പ എറിയുന്ന പോലെ കാണിച്ച് അല്ലിക്കുട്ടനെ പറ്റിക്കുക. പാറു ചേച്ചിയാണ് അങ്ങനെ പറ്റിക്കുന്നത്. ചേച്ചി എറിഞ്ഞു കഴിയുമ്പോൾ കാത്തു ചേച്ചി വേണം അവനെ വലിച്ചുകൊണ്ട് ഓടാനായിട്ട്. ഈശയെന്ന് വിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അല്ലിക്കുട്ടൻ ഓടുന്ന പുറകെ എല്ലാം കാത്തു ചേച്ചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അല്ലിക്കുട്ടൻ എടുത്തോണ്ട് വന്ന കപ്പ് ഇനി രണ്ടാമതൊന്നും കൂടെ എറിയാനായിട്ട് അല്ലിക്കുട്ടനോട് ചോദിച്ചിട്ട് അവൻ കൊടുക്കുന്നില്ല കേട്ടോ. അവൻ കടിച്ച് പിടിച്ചോണ്ടിരിക്കുക. ചേച്ചി പിന്നെ വേറെ എടുത്തപ്പോഴത്തേക്കിന് അവനത് വിട്ടേച്ചതേ അവനത് വേണം ഇനി. കാത്തു ചേച്ചിയാണ് ഓടി ഓടി മടുക്കും ഇന്ന്. കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അല്ലിക്കുട്ടനെ കാണാനായിട്ട് നന്ദുച്ചേട്ടായി ഇങ്ങോട്ട് വന്നത്. നന്ദുച്ചേട്ടായി വന്ന കൂട്ടത്തിൽ നന്ദുച്ചേട്ടായിയുടെ വെല്ലുമ്മച്ചിയാണിത് തങ്കമണിയമ്മ. തങ്കമണിയമ്മയും നന്ദുവിനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അല്ലിക്കുട്ടൻ തങ്കമണിയമ്മയുടെ മേത്തോട്ടൊക്കെ കയറുവാണ് കേട്ടോ. തങ്കമണിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലിക്കുട്ടനെ. അല്ലിക്കുട്ടനെ അന്ന് ജനലിൻ്റെ ഇടയ്ക്കടെ ഉമ്മയൊക്കെ കൊടുത്തത് തങ്കമണിയമ്മയ്ക്കാണ്. തങ്കമണിയമ്മ ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളാണ്. തങ്കമണിയമ്മയുടെ മകൻ്റെ മകനാണ് നന്ദു, അഭിലാഷിൻ്റെ മകൻ. നമുക്ക് അല്ലിക്കുട്ടനെ വാങ്ങിച്ചു കൊണ്ട് തന്നത് അഭിലാഷാന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അഭിലാഷിൻ്റെ മകനാണ് നന്ദു. നന്ദുക്കുട്ടനാണെങ്കിൽ ചേച്ചിമാരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഇവരെപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. ഇവരുമായിട്ടായിരുന്നു കളിക്കുന്നത്. ചേച്ചിമാർക്കാണെങ്കിൽ ഇവിടെ പെൺകുട്ടികളാരും ഇല്ല കേട്ടോ കളിക്കാൻ കൂട്ട്. ഇതുപോലെ നന്ദുച്ചേട്ടായി, അജിത്ത് അവരൊക്കെയാണ് ചേച്ചിമാരുടെ കൂട്ട്. നന്ദു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവന് ഓണത്തിൻ്റെ അവധിക്ക് എത്തിയതാണ് കേട്ടോ. അല്ലിക്കുട്ടൻ്റെ തങ്കമണിയമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തങ്കമണിയമ്മേനെ പേടിപ്പീരും ഉമ്മ കൂടെ എല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത്. തങ്കമണിയമ്മയ്ക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. തങ്കമണിയമ്മയുടെ വീട്ടിലും ഉണ്ടായിരുന്നു നമ്മുടെ അല്ലിക്കുട്ടനെ പോലെ ഒരാൾ. ഇപ്പം ഇല്ല. നന്ദുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അല്ലിക്കുട്ടനെ തങ്കമണിയമ്മേനെ പേടിപ്പിക്കുന്നതും മേത്ത് കയറുന്നതും എല്ലാം. പിന്നെ തങ്കമണിയമ്മ അവൻ്റെ സൗകര്യത്തിന് അവിടെ ഇരുന്ന് കൊടുത്തു കേട്ടോ. അവൻ എന്താ കാണിക്കട്ടെ എന്നോർത്തോട്ട്. അല്ലിക്കുട്ടന് പിന്നെ ആരെ കണ്ടാലും ഉമ്മ കൊടുക്കാനും മേത്ത് കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ ആരെ ഉപദ്രവിക്കുകയൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരം പേടിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ അല്ലിക്കുട്ടനെ ഇവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തങ്കമണിയമ്മയുടെ അടുത്തുള്ള സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നന്ദുവിൻ്റെ അടുത്തേക്ക് കയറി കേട്ടോ അല്ലിക്കുട്ടൻ. നന്ദുവിൻ്റെ മടിയിലോട്ടൊക്കെ ചെന്ന് കയറുക. ഇനി നന്ദുവിനെ കുറച്ച് നേരം സ്നേഹിച്ചേക്കാന്നുള്ളതാണ്. അല്ലിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമോ അവനെ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യത്തെ പേടിപ്പീര് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മടിയിൽ കയറിയിരിക്കും. പിന്നെ അവർ പോകുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടന് ഭയങ്കര സങ്കടമാണ്. പിന്നത്തെ ഇത് നന്ദുക്കുട്ടൻ്റെ പെങ്ങളാണ് കേട്ടോ ചക്കി. അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അല്ലിക്കുട്ടനെ. അല്ലിക്കുട്ടനാണെങ്കിൽ അവളിവിടെ വരുമ്പോഴൊക്കെ കുരയ്ക്കുമ്പോഴത്തേക്കിന് അവൾക്ക് ഭയങ്കര പേടിയാണ്. ഇവൻ കടിക്കാൻ ചെല്ലുവാണെന്നൊക്കെ ഓർത്ത്. ഞങ്ങൾ പറയും ഒന്നും ചെയ്യത്തില്ല, പിടിച്ചു നോക്കാനൊക്കെ പറയും. പക്ഷേ പിടിച്ചൊന്നും നോക്കിയല്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്. നന്ദു അവളോട് പറയുന്നുണ്ട് എടി നീ തൊട്ട് നോക്കിക്കോളാനൊക്കെ. പക്ഷേ അവൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അങ്ങോട്ട് പോകും. അവിടെ വേറെ പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. അവരുടെ കൂടെ കളിക്കാനായിട്ട് അവളങ്ങോട്ട് പോയി. പിന്നത്തെ ഇവർ കളിയൊക്കെ മതിയാക്കി ഇവർ അല്ലിക്കുട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുക. തങ്കമണിയമ്മ പറയും എടാ ഞാൻ പോകുമോ, ഇനി ഒരു ഉമ്മയും കൂടെ തന്നേക്കാൻ പറഞ്ഞപ്പോഴേ അവൻ ചാടി കയറി ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ. ഉമ്മയെല്ലാം കൊടുത്തത് അവർ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടന് പിന്നെ ഭയങ്കര സങ്കടമാണ്. ഇനി അല്ലിക്കുട്ടൻ അവരുടെ കൂട്ടത്തിൽ പോയാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലിക്കുട്ടൻ അവരുടെ പുറകെ പോകാനായിട്ട് നിൽക്കുക. അവർ ഗേറ്റ് അടച്ചപ്പോഴത്തേക്കിന് പിന്നെ അല്ലിക്കുട്ടൻ അവിടെ ഇരുന്ന് അവരെ നോക്കുക കേട്ടോ. പാവം എൻ്റെ അല്ലിക്കുട്ടൻ. ആര് പോയാലും അവൻ ഇതുപോലെ സങ്കടമാണ് കേട്ടോ. അത്ര നേരമൊക്കെ കളിച്ചേച്ച് പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലിക്കുട്ടൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാവേ.